നമസ്കാരം. സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ആലത്തൂർ സ്വാതി ജംഗ്ഷൻ സമീപം ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. സംസ്ഥാനത്തെ ആശാവർക്കർമാരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് KPCC രാഷ്ട്രീയ സമിതി അംഗം ബിന്ദു കൃഷ്ണ. സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രമാണ് LDF സർക്കാർ സമ്മാനിച്ചിരിക്കുന്നതെന്നും ബിന്ദു കൃഷ്ണ. മഴ കനത്തു. കിഴക്കഞ്ചേരി കളവപ്പാടത്തെ വീട് തകർന്നു. വൃദ്ധദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നൈനാങ്കാട്ടിൽ മരം കടപുഴകി വീണ ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്നു. വടക്കഞ്ചേരി പരുവാശ്ശേരിയിൽ വീട് കത്തിനശിച്ചു. വർണ്ണം വിതറി കണ്ണമ്പ്ര ഋഷിതാരതമംഗലം വേലയാഘോഷം. ജില്ലയിലെ വേലപൂരം ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് അഞ്ചുമൂർത്തിമംഗലം ശ്രീ മണങ്ങോടി ഭഗവതി ക്ഷേത്രത്തിലെ വേലയാഘോഷിക്കും. വാർത്തകൾ വിശദമായി. ആലത്തൂർ സ്വാതി ജംഗ്ഷൻ സമീപം ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ആലത്തൂർ സ്വാതി ജംഗ്ഷൻ സമീപമാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന വലിയ കുഴി രൂപപ്പെട്ടത്. ഇവിടെ ഓടയുടെ നിർമ്മാണം നടക്കുകയാണ്. ഒരു ഭാഗത്തെ പാത അടച്ചാണ് പണി നടന്നിരുന്നത്. വലതുഭാഗത്തുകൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നിടത്ത് വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. സംഭവം നടന്ന സ്ഥലത്ത് ആലത്തൂർ MP K രാധാകൃഷ്ണൻ സന്ദർശനം നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ആശാവർക്കർമാരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന സാഹസ് കേരള യാത്രയ്ക്ക് വടക്കഞ്ചേരിയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇവിടെ പാവപ്പെട്ട ആശാവർക്കർമാരുടെ കാര്യം സമരം ഇപ്പോൾ ഒത്തുതീർപ്പാക്കപ്പെടുമെന്ന് പറഞ്ഞ് എന്തുമാത്രം സന്തോഷത്തോടെ ഇരുന്നു. അത് കഴിഞ്ഞ് ക്യൂബൻ സംഘത്തെ ഞാൻ ചോദിക്കട്ടെ, ഒരു കേന്ദ്രമന്ത്രിയെ കാണുവാൻ ഏതെങ്കിലും സംസ്ഥാനത്തെ മന്ത്രി ചെന്നാൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകാൻ പറ്റും. ജെബി മേത്തർ MP ഇവിടെ ഉണ്ട്. ഒരു MP പോലും ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രമന്ത്രിമാരെ കാണണമെങ്കിൽ മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോകാൻ കഴിയില്ല എന്ന് അറിയാത്ത ആളല്ല സംസ്ഥാനത്തെ മന്ത്രി. മാത്രവുമല്ല JP നദ്ദ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ്. ഏറ്റവും തിരക്കുള്ള ഒരാളാണ്. ആ മനുഷ്യനെ കാണാൻ പോലും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയപ്പോ ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പൊ ക്യൂബൻ സംഘത്തെ കണ്ടതോടുകൂടി നമുക്ക് മനസ്സിലായി ഇവരെന്തിനാ പോയത്. പിറ്റേന്ന് നേരം വെളുത്തവർ എയർപോർട്ടിൽ വന്നിറങ്ങിയ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താ നിങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തെ ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ചർച്ച നടത്താമെന്ന് മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. അപ്പൊ കാണാം അവര് ഏഷ്യാനെറ്റ് ന്യൂസുകാരോട് ചൂടാവുന്നു. നിങ്ങളാണ് വാർത്ത കൊടുത്തത്, നിങ്ങളാണ് അങ്ങനെ ഇത് പറഞ്ഞു പിടിക്കുക. കൈ ഒരെണ്ണം ചൂണ്ടുകയും ചെയ്യും, മറ്റേ കൈ ബാഗ് പിടിക്കുകയും ചെയ്യും. ബാഗ് 1 പിടിച്ചു, 2 പിടിച്ചു, 3 പിടിച്ചു. ഈ മന്ത്രി എന്തിനാ ബാഗ് പിടിച്ചത്? ഒന്നാമത് മന്ത്രിക്ക് ബാഗ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രമാണ് LDF സർക്കാർ സമ്മാനിച്ചിരിക്കുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും, വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചത്. സ്വീകരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് V സൗമ്യ അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, മുൻ MP രമ്യ ഹരിദാസ്, പാളയം പ്രദീപ്, പത്മഗിരീശൻ, അഡ്വക്കേറ്റ് M ദിലീപ്, ശാന്ത ശിവൻ എന്നിവർ സംസാരിച്ചു. കനത്ത മഴയിൽ കിഴക്കഞ്ചേരി കളവപ്പാടത്ത് വീട് തകർന്നു. വൃദ്ധദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നൈനാങ്കാട്ടിൽ മരം കടപുഴകി വീണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്നു. കിഴക്കഞ്ചേരി കളവപ്പാടം കേശവന്റെ വീടാണ് ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെ തകർന്നത്. അപകടം നടക്കുന്ന സമയത്ത് കേശവനും ഭാര്യ മീനാക്ഷിയും വീടിനകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കിഴക്കഞ്ചേരി നൈനാങ്കാട് കാക്കശ്ശേരി കോളനിയിൽ മരം കടപുഴകി വീണ ക്ഷേത്രത്തിന്റെ മേൽക്കൂര തകർന്നു. കാട കനാലിന്റെ സമീപത്ത് നിൽക്കുന്ന മരം കടപുഴകി സമീപത്തെ ദേവീക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലേക്ക് വീഴുകയായിരുന്നു. ആസ്പെറ്റോസിട്ട മേൽക്കൂര ഭാഗികമായി തകർന്നു. വടക്കഞ്ചേരി പരുവാശ്ശേരിയിൽ വീടിന് തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചു. പരുവാശ്ശേരി വിജയന്റെ വീടിനാണ് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി തീപിടിച്ചത്. അപകട സമയത്ത് ആരും വീട്ടിലില്ലാത്തതിനാൽ ആളപായം ഉണ്ടായില്ല. ഫ്രിഡ്ജ്, അലമാര തുടങ്ങിയ വീട്ടുപകരണങ്ങളെല്ലാം കത്തിനശിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കുടുംബനാഥന് പരിക്ക്. കണ്ണമ്പ്ര കുന്നംപുള്ളി ദേവദാസിനാണ് പരിക്കേറ്റത്. കണ്ണമ്പ്ര കുന്നംപുള്ളി സ്വദേശി ദേവദാസിനാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച കാലത്താണ് കുന്നംപുള്ളി പ്രദേശത്ത് പന്നിയുടെ ആക്രമണമുണ്ടായത്. കാലത്ത് 7 മണിയോടെ വീടുകൾക്ക് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും മറ്റും പന്നി കുത്തിമറിച്ചിരുന്നു. ബഹളം കെട്ടെത്തിയ ദേവദാസിനെ പന്നി ആക്രമിക്കുകയായിരുന്നു. കാലത്ത് ഉറങ്ങി എണീറ്റ് പുറത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഭയങ്കര കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പന്നി ഇറങ്ങിയുണ്ട്, പന്നി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എന്താ സംഭവം നോക്കട്ടെ, ജസ്റ്റ് വീട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോഴേക്കും പന്നി എൻ്റെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഞാൻ തിരിച്ചു ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മഴയുണ്ടായിരുന്നു. അത് കാരണം വഴിക്ക് അവിടെ വീണു.
വീണ് കഴിഞ്ഞപ്പോൾ കാലിൽ കടിച്ച് ചവച്ചായിരുന്നു. താഴെ വീണ ദേവദാസിന്റെ കാലിൽ പന്നി കടിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ പന്നിയെ തല്ലിക്കൊന്നു. അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തമായിട്ട് നമുക്ക് പന്നികളിനെ നശിപ്പിച്ചാലേ നമുക്ക് ഇവിടെ കൃഷിയായിട്ടായാലും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കുട്ടികളും കൊച്ചുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് രാത്രിയൊക്കെ നമ്മളൊരു സമയം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ പന്നി ഭയങ്കര ശല്യമാണ്. കൂട്ടമായിട്ടാണ് വരാറ്. ആക്രമണങ്ങളും കുറേ കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് കലാക്ഷേത്ര കലാസാഹിത്യവേദിയുടെ 7ാമത് പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കും. സുൽത്താൻപേട്ട ലൈബ്രറിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കലാസാഹിത്യ പ്രസിഡന്റ് എ ഗുരുവായൂരപ്പൻ, ആർ അശോക് കുമാർ, മുരുകദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹ്രസ്വമായ കവിതകളിലൂടെ ആഴമേറിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വളരെ നിപുണനാണ്, അല്ലെങ്കിൽ വല്ല സാമർഥ്യം തെളിയിച്ച വ്യക്തിയാണ് എ വി ദേവൻ. എ വി ദേവനാണ് ഈ വർഷത്തെ കലാക്ഷേത്രയുടെ കവിതാ പുരസ്കാരം നൽകുന്നത്. അതുപോലെ കഥാപുരസ്കാരം നമ്മുടെ ബിന്ദു പ്രതാപ്. അക്യുല ഫിനാൻസ് ലിമിറ്റഡ് വടക്കഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും അനുമോദിക്കുകയും ചെയ്തു. വടക്കഞ്ചേരി നെന്മാറ ബ്രാഞ്ചിന് കീഴിൽ വരുന്ന 50ഓളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. സോണൽ മാനേജർ ജോണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വളർച്ചയാണ് കമ്പനി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും തുടക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ ഈ പ്രോസസ്സ് ആരംഭിച്ചിട്ട് അന്ന് നമുക്ക് കൊടുക്കാനായിട്ട് 20-10 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളായിട്ട്. ഇന്ന് നമുക്ക് എല്ലാ ബ്രാഞ്ചസിലും അത്യാവശ്യം പോപ്പുലേഷൻസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ ഈ ബ്രാഞ്ചിൻ്റെ കീഴിലും അതുപോലെ നെന്മാറ ബ്രാഞ്ചിൻ്റെ കീഴിലും സെലക്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും അതിൽ A+ 10ാം ക്ലാസ്സിൽ മേടിച്ച ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടികളെ എല്ലാവർക്കും കൊടുക്കാൻ ആദരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാഗും പഠനോപകരണങ്ങളും നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രാഞ്ച് മാനേജർമാരായ വി അഭയ്, അജിഷ ബാബു എന്നിവർ സംസാരിച്ചു. വർണ്ണം വിതറി കണ്ണമ്പ്ര ഋഷിതാരതമംഗലം വേല. പ്രസിദ്ധമായ കണ്ണമ്പ്ര ഋഷിതാരതമംഗലം വേല മഹോത്സവം ശനിയാഴ്ച വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. വിഷു ദിവസം കൂറയിട്ടത് മുതൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇരു ദേശങ്ങളും നടത്തിയത്. വേലയുത്സവത്തിന്റെ ഭാഗമായി കണ്ണമ്പ്ര ദേശത്ത് വെള്ളിയാഴ്ച കുമ്മാട്ടി, സാമ്പിൾ വെടിക്കെട്ട്, പാങ്കളി എന്നിവ നടന്നു. ശനിയാഴ്ച മന്നുമുഴക്കത്തോടെയാണ് വേലയാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ഉഷപൂജ, അർച്ചന, ചാന്താട്ടം എന്നിവ ഉണ്ടായിരുന്നു. നായർ വീട്ടിൽ നിന്നും പറയെടുപ്പിന് ശേഷം ഉച്ചയ്ക്ക് ഈടുവെടി നടന്നു. തുടർന്ന് കേളിക്ക് ശേഷം കണ്ണമ്പ്ര നായർ വീട് ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും പഞ്ചവാദ്യത്തോടെ ദേശമന്നത്തേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് പാണ്ടിമേളത്തിന് ശേഷം വെടിക്കെട്ട് നടന്നു. രാത്രി ദേശമന്നിൽ തായമ്പയ്ക്ക് ശേഷം ദേശമന്നിൽ നിന്നും പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു. പുലർച്ചെ വെടിക്കെട്ടിനു ശേഷം ഞായറാഴ്ച രാവിലെ എഴുന്നള്ളത്തിന് സമാപനമാകും. ഋഷിനാരദമംഗലം ദേശത്ത് വെള്ളിയാഴ്ച പറയെടുപ്പ്, ആനച്ചമയ പ്രദർശനം, കുമ്മാട്ടി, സാമ്പിൾ വെടിക്കെട്ട് എന്നിവ നടന്നു. ശനിയാഴ്ച മന്നുമുഴക്കത്തോടുകൂടി വേലയാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് ഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് കാവിൽ നിന്നും ദേവിയെ ദേശമന്നത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം ഈടുവെടി നടന്നു. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടുകൂടിയ ആന എഴുന്നള്ളത്ത്, പാണ്ടിമേളം, കുടമാറ്റം എന്നിവയ്ക്ക് ശേഷം ആന കാവിറങ്ങിയതോടെ വെടിക്കെട്ട് നടന്നു. രാത്രി ദേശമന്നത്ത് തായമ്പയ്ക്ക് ശേഷം പുലർച്ചെ പഞ്ചവാദ്യത്തോടുകൂടി ആന എഴുന്നള്ളത്തും നടന്നു. തുടർന്ന് വെടിക്കെട്ടും നടന്നു. ഞായറാഴ്ച രാവിലെ പാണ്ടിമേളത്തോടുകൂടിയ ആന എഴുന്നള്ളത്തിന് ശേഷം കാവിറങ്ങി മന്നത്ത് കോലമിറക്കുന്നതോടെ വേലയ്ക്ക് സമാപനമാകും. വേലയാഘോഷങ്ങളുടെ ഭാഗമായി ഇരു ദേശക്കാരും ഒരുക്കിയ ബഹുനില ആനപ്പന്തൽ ഞായറാഴ്ചയും ദീപാലങ്കൃതമായിരിക്കും. ജില്ലയിലെ വേലപൂരം ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് അഞ്ചുമൂർത്തിമംഗലം ശ്രീ മണങ്ങോടി ഭഗവതി ക്ഷേത്രത്തിലെ വേല ഞായറാഴ്ച പുലർച്ചെ 5-ന് പൂജകളോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 12-ന് ഉച്ചപൂജ, കേളി, ഈടുവെടി എന്നിവയ്ക്ക് ശേഷം 2:30-ന് തെക്കേത്തറ മന്നിൽ നിന്നും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ 5 ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളത്ത് ആരംഭിക്കും. പഞ്ചവാദ്യത്തിന് അയിലൂർ അനന്തനാരായണൻ നേതൃത്വം നൽകും. എഴുന്നള്ളത്ത് കിഴക്കേത്തറ മന്നിലെത്തുന്നതോടെ മേളം തുടങ്ങും. മൂലങ്കോട് ഗിരീഷ് മേളം നയിക്കും. വേല കാവുകയറി ദീപാരാധനയ്ക്ക് ശേഷം വെടിക്കെട്ട് നടക്കും. തുടർന്ന് അത്താഴപൂജ, നിറമാല, കളമെഴുത്തുപാട്ട്, കണ്യാർകളി തുടങ്ങിയവ ഉണ്ടാവും. രാത്രി 10-ന് ഇരട്ടതായമ്പയും ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച പുലർച്ചെ തെക്കേത്തറ മന്നിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത്, വെടിക്കെട്ട് എന്നിവയുണ്ടാകും. തുടർന്ന് കൊടിമരം പുഴക്കുന്നതോടെ വേലയ്ക്ക് സമാപനമാകും.